വളരെ വർഷങ്ങളായി മലയാള സിനിമാ രംഗത്ത് സജീവമാണ് ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും. പക്ഷേ ഇരുവരെയും മലയാളികൾ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയത്, അടുത്തറിഞ്ഞു തുടങ്ങിയതും ഇരുവരുടെ വിവാഹത്തിലൂടെ ഒന്നിക്കാൻ തീരുമാനിച്ച ശേഷമാണ്. വിവാഹമോചിതയും 2 കുട്ടികളുടെ അമ്മയുമായ ദിവ്യ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സിംഗിൾ പാരന്റിങ്ങും സീരിയൽ അഭിനയവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടെയാണ് ക്രിസ് വേണുഗോപാൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഇരുവരും വിവാഹം കഴിക്കുന്നതും. ആഘോഷമാക്കിയാണ് വിവാഹം നടത്തിയത്. ചടങ്ങുകളെല്ലാം തന്നെ നടന്നതും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹം തന്നെയായിരുന്നു ഇരുവരുടേതും. അതേപോലെ തന്നെ പ്രായം, രൂപം എന്നിവയുടെ പേരിലെല്ലാം വളരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ഇരുവരും നേടിയെടുത്തു. അടുത്തിടെ ക്രിസും ദിവ്യയും വേർപിരിയാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിനെതിരെ ഇരുവരും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ കമന്റ് ബോക്സിൽ വന്ന തൻ്റെ കുടുംബത്തിനെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരുമുള്ള മറുപടി പോസ്റ്റുമായി എഴുതി പങ്കുവച്ചിരിക്കുകയാണ് ദിവ്യ ശ്രീധർ. ഒപ്പം ഒരു വീഡിയോയും ദിവ്യ പങ്കുവച്ചിട്ടുണ്ട്. മക്കൾക്കൊപ്പമുള്ള തൻ്റെ ഫോട്ടോയ്ക്ക് അരികിൽ നിന്നാണ് മന്ദാര ചെപ്പുണ്ടോ എന്ന ഗാനം ആലപിക്കുന്ന ദിവ്യയുടെ വീഡിയോയാണുള്ളത്. തങ്ങളെ കുത്തിനൂൽപ്പിച്ച പലരും സുഖം കണ്ടെത്തുന്നുവെന്ന് പോസ്റ്റിൽ ദിവ്യ കുറിച്ചു. മുന്നേ എടുത്ത ഫോട്ടോസാണ്. അതാണ് ഏട്ടനെ കാണാതിരുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ആരും ഡൈവോഴ്സ് ആക്കരുത്. ഞങ്ങൾ പിരിയാൻ താല്പര്യമില്ല. പറഞ്ഞ് പിരിയിക്കാതെ എല്ലാവർക്കും പറ്റും. മറ്റുള്ളവരുടെ വേദന ആർക്കും അറിയണ്ട. കുത്തി നോവിച്ചിട്ട് അതിൽ സുഖം കണ്ടെത്തുന്നവരാണ് പലതും. തുനിഞ്ഞിരുന്നവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അവർ അനുഭവിക്കേണ്ട സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. താല്പര്യമില്ലാത്തവർ കാണണ്ട, കമൻ്റ് ഇടരുത് എന്ന് പറഞ്ഞാലും വിളിക്കാത്ത കല്യാണത്തിന് വരും പോലെ, എന്തോ നേർച്ചയുള്ള പോലെ കമൻ്റ് രോഗികൾ വന്നോളും. തങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരുപാട് പേർ അറിയുന്നതും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയതും. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് ഇതിൽ. ഇത്രയും ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിൽ 3-4 കമൻറ്റ് മാനസിക രോഗികളായിരിക്കും. ആ രോഗത്തിലൂടെയാണ് ലിസ്റ്റിലൂടെ ഞങ്ങൾ കാണുന്നുള്ളൂ. സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട്. നിങ്ങളുടെ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുന്നതാണ്. തങ്ങളുടെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. സ്നേഹം എന്നൊരു ദിവ്യയുടെ കുറിപ്പ്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ദിവ്യയും ക്രിസും വിവാഹം കഴിച്ചത്. ദിവ്യയുടെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങൾ പോലെ തന്നെയാണ് ക്രിസ് സ്നേഹിക്കുന്നത്. പത്തരമാറ്റ് എന്ന സീരിയലായിരുന്നു ദിവ്യയും ക്രിസും ഒന്നിച്ച് പ്രവർത്തിച്ചത്. മക്കൾ തന്നെയാണ് ക്രിസുമായുള്ള ദിവ്യയുടെ വിവാഹത്തിന് മുന്നിൽ നിന്നതും. ക്രിസിൻ്റെ കസിൻ വഴിയാണ് ആലോചന വരുന്നത്. തുടർന്ന് മക്കളുമായി ആലോചിച്ച ശേഷം വിവാഹവുമായി മുന്നോട്ട് പോകാൻ ദിവ്യ തീരുമാനിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ദിവ്യ ശ്രീധരെയും ക്രിസ് വേണുഗോപാലെയും ഇഷ്ടമാണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.